നമസ്കാരം. ക്ഷേത്ര ദർശനത്തിൽ ഒഴിവാക്കാനാവാത്ത രണ്ട് കാര്യങ്ങളാണ് ചന്ദനവും തീർത്ഥവും. ഈ തീർത്ഥം ക്ഷേത്ര പൂജാരിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോഴും ചില ചിട്ടകളുണ്ട്. ഈ ചൂണ്ടുവിരൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. ഒരാളോട് ദേഷ്യം വരുമ്പോഴാണെങ്കിലും വഴക്കിടുമ്പോഴാണെങ്കിലും നമ്മൾ ചൂണ്ടുവിരൽ നേരെ നോക്കി സംസാരിക്കാറുണ്ട്, ഉയർത്തി സംസാരിക്കാറുണ്ട്. ആ ചൂണ്ടുവിരൽ തീർത്ഥം വാങ്ങുമ്പോൾ ഇങ്ങനെ മടക്കി തള്ളവിരലിൻ്റെ അടിഭാഗത്ത് വെക്കുക. ശേഷം തീർത്ഥം വാങ്ങിച്ച് ചുണ്ടിലും പല്ലിലും സ്പർശിക്കാതെ തീർത്ഥം കുടിക്കാനാണ് വിധി പറയുന്നത്. ശേഷമുള്ളവ, മിച്ചമുള്ളവ ശിഖയിൽ തളിക്കണമെന്നാണ് പറയുന്നത്. ശിഖ എന്ന് പറയുമ്പോൾ ശിരസിൻ്റെ പുറകുഭാഗം, വലിയൊരു മർമ്മമാണിത്. ഈ ഭാഗത്ത് പെട്ടെന്ന് നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന ഒരു മർമ്മമാണ് ഈ ശിഖ എന്ന് പറയുന്നത്. തീർത്ഥം എന്ന് പറയുന്നത് അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുക. ചന്ദനം ദേവന് ചാർത്തിയതിൻ്റെ ശിഷ്ടം വരുന്നത്. ഈ ചന്ദനം നമ്മൾ പോറ്റിയിടയിൽ നിന്ന് വാങ്ങിച്ച് വലത് കൈയിലേക്ക് വാങ്ങിച്ച് ഇടത് കൈയിൽ തേച്ച് വലത് കൈയുടെ മോതിരവില കൊണ്ട് ചന്ദനമെടുത്ത് ലംബമായി വേണം ചന്ദനം ധരിക്കാൻ. കുങ്കുമം ദേവീ സ്വരൂപമാണ്. കുങ്കുമം ഭൂമധ്യം എന്ന് പറയുന്ന ഒരു വലിയൊരു മർമ്മം ഇവിടെയുണ്ട്. നമുക്ക് ചൂണ്ടാണി മർമ്മം എന്നൊക്കെ പറയും. ഒരാളെ ചൂണ്ടി നിർത്താൻ കഴിവുള്ള ഒരു ഭാഗമാണ് നമ്മുടെ രണ്ട് പിരികങ്ങളുടെയും മധ്യത്തിലായിട്ട് വട്ടത്തിൽ ദേവീ പ്രതീകമായിട്ടുള്ള കുങ്കുമം നമ്മൾ ധരിക്കുന്നു. ഭസ്മം തൊടുന്നത് നടുവിരൽ കൊണ്ടാണ്. ക്ഷേത്രത്തിലെ പൂജാരിമാരും സന്യാസിമാരും ഭസ്മം തൊടുന്നത് ത്രിപുണ്ഡമായിട്ടാണ്. ഈ 3 വിരൽ ഉപയോഗിച്ചാണ് അവർ ക്ഷേത്രത്തിൽ നിൽക്കുന്ന പോറ്റുമാരും അതുകൂടാതെ തന്നെ സന്യാസിവര്യന്മാരെല്ലാവരും ത്രിപുണ്ഡമായിട്ടാണ് ധരിക്കുന്നത്. ചന്ദനം വിഷ്ണു പ്രതീകമാണ്, ഭസ്മം ശിവപ്രതീകമാണ്, കുങ്കുമം ദേവീ പ്രതീകമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് തൊടുന്നതിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ചന്ദനവും കുങ്കുമവും ചേർത്ത് തൊടുന്നത്, ചന്ദനം തൊട്ട ശേഷം അതിൻ്റെ പുറത്ത് കുങ്കുമം തൊടുന്നത് വിഷ്ണുമായ പ്രതീകമാണ്, വിഷ്ണുമായ. ഭസ്മം തൊട്ട് അതിൻ്റെ പുറത്ത് കുങ്കുമം തൊടുന്നുണ്ടെങ്കിൽ അത് ശിവശക്തി സ്വരൂപമാണ്, ശിവനും ശക്തിയുമാണ്. ചന്ദനവും കുങ്കുമവും ഭസ്മവും ചേർത്ത് തൊടുന്നത് ത്രിപുര സുന്ദരി പ്രതീകമാണ്. ഈ ചിട്ടവട്ടങ്ങളോടുകൂടി നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി ദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു വേണം ക്ഷേത്രത്തിന് മുന്നിലേക്ക്. നമസ്കാരം.